നിലവിൽ രാഷ്ട്രീയ നേതാക്കൾ പലരും സന്ദർശനത്തിന്റെ ഭാഗമായി ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. ബഹ്റൈനിൽ ഉള്ള കോൺഗ്രസ് നേതാവ് കോഴിക്കോട് DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ അവിടെ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം പ്രവീൺകുമാറിൽ നിന്നുണ്ടായി. അതിലേക്കാണ് ഞാൻ ഇന്നലെ ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റോടൊപ്പം ഇവിടുത്തെ OIC ഒരു ഇഫ്താർ മീറ്റിൽ പങ്കെടുക്കാൻ ബഹ്റിനിൽ എത്തിയതായിരുന്നു. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇന്നലെ രാത്രി തിരിച്ചുപോയി. ഞാൻ ഇന്ന് വിമാനത്താവളത്തിലേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴാണ് ഇവിടെ സ്ഫോടനം നടന്ന് അറിയുന്നത്. ഇവിടെ വിമാനത്താവളം അടച്ചിരിക്കുന്നു. എന്നെപ്പോലുള്ള നൂറുകണക്കാരോട് യാത്ര മുടങ്ങിയിരിക്കുന്നു. ബഹ്റിനിലെ മുഴുവൻ മലയാളികളും ഇവിടെ ജീവിക്കുന്നവരും അല്പം ആശങ്കയിലാണ്. ഏതായിരുന്നാലും എന്താണ് അടുത്ത നടപടി എന്നിങ്ങനെ നോക്കിയിരിക്കുകയാണ്. തൽക്കാലം യാത്ര മുടങ്ങിയ ഒരുപാട് ആളുടെ കൂട്ടത്തിൽ ഞാനും പെട്ടിരിക്കുന്നു. ഇതിലാണ് കോഴിക്കോട് DCC പ്രസിഡന്റ് K. പ്രവീൺകുമാറാണ് പ്രതികരിച്ചത്. ബഹ്റൈനിൽ ഉണ്ട് നിലവിൽ പ്രവീൺകുമാർ അടക്കമുള്ള ഒരുപാട് പേരുടെ യാത്ര നിലവിൽ മുടങ്ങിയിരിക്കുന്ന സാഹചര്യമാണ്. ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് അങ്ങനെ കുറെ പേർ അവിടെ ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത്. മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്ന് ഒരിക്കൽ കൂടി ചേരുന്നു. റഹീസ്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഈ യുദ്ധത്തിനിടയിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ കൂടി വന്നതോടുകൂടി തന്നെ മലയാളികളടക്കമുള്ള ആളുകൾക്ക് വലിയ ആശങ്കയുണ്ട്. കാരണം ഇന്ത്യക്കാർ ഒരുപാട് ഉള്ള ഒരു മേഖലയാണ് ഗൾഫ് രാജ്യങ്ങൾ. പ്രത്യേകിച്ചും UAE-യിലും അബുദാബിയിലും ബഹ്റൈനിലും ഖത്തറിലും എല്ലാം ആക്രമണം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് ആശങ്കപ്പെടുന്ന സാഹചര്യം തന്നെയാണ്. ഇതിപ്പോൾ അവിടെ സന്ദർശനത്തിനായി എത്തിയ ആൾക്കാർ പോലും അവിടെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് എന്ന് പ്രതികരണങ്ങളും നമുക്ക് വ്യക്തമാവുന്നുണ്ട്. ഇതിൽ ഭരണകൂടങ്ങൾ ഇടപെട്ട് തുടങ്ങിയോ? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. ഇതൊരു പക്ഷേ ഇറാന്റെ ഒരു നെഗോഷിയേഷൻ തന്ത്രമായിരിക്കാം. ഈ സ്വാഭാവികമായിട്ട് യുദ്ധം ഒഴിവാക്കാൻ മറ്റ് രാജ്യങ്ങളെ കൂടി ഇതിന്റെ ഭാഗമാക്കുക എന്ന തന്ത്രമായിരിക്കാം. കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മളത് കണ്ടതാണ്. ആ രീതിയിൽ രാഷ്ട്രത്തലവന്മാർ ഈ വിഷയത്തിൽ ഇടപെട്ട് തുടങ്ങിയോ റഹീസ്? ബ്രജിൽ നിലവിൽ എന്തായാലും ഈ യുദ്ധം ആരംഭിച്ച് ആദ്യ മണിക്കൂറുകളിൽ ഈ രാഷ്ട്രത്തലവന്മാരുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ ഒന്നും തന്നെ, അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള ഇടപെടലുകളൊന്നും ഇവരുടെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് നിലവിൽ UAE ആഭ്യന്തര മന്ത്രാലയമാണ് ആദ്യഘട്ടത്തിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതായത് ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണന നൽകുന്നത്, വേണ്ട തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അത് ഓരോരുത്തരുടെയും ജീവന് വലിയ വില നൽകിക്കൊണ്ടുള്ള ഇടപെടലുകളാണ് ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ഈ ഔദ്യോഗിക വിവരങ്ങൾ മാത്രം ആളുകൾ പിന്തുടരണം, അനാവശ്യമായി ഭയപ്പെടേണ്ടതില്ല തുടങ്ങിയ ഒരു വിശദീകരണം UAE-യുടെ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിശദീകരണ കുറിപ്പിൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു കുറിപ്പിൽ പ്രധാനമായും ഉള്ള ഒന്ന്, ഇവർ ഈ സ്ഫോടനം സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം അബുദാബിയിൽ ഒരു സ്ഫോടനം ഉണ്ടായതായാണ് ആദ്യഘട്ടത്തിൽ UAE-യെ സംബന്ധിച്ചിടത്തോളം സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് അബുദാബിയിലാണ് എന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. പക്ഷേ അത് സ്ഥിരീകരിക്കാത്ത തരത്തിൽ ആണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിശദീകരണ കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ രാജ്യത്തിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുള്ളതായി UAE സ്ഥിരീകരിക്കുന്നില്ല. അതിനപ്പുറമായിട്ട് ഇത്തരത്തിൽ ഒരു രാജ്യത്തെ ലക്ഷ്യമിട്ടുള്ള എല്ലാ മിസൈലുകളും തകർത്തിട്ടുള്ളതായി ഖത്തർ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഔദ്യോഗികമായ ഏതെങ്കിലും വിശദീകരണം വന്നിരിക്കുന്നത് UAE-യിൽ നിന്നും ഖത്തറിൽ നിന്നുമാണ്. അതിനപ്പുറത്തേക്ക് ഒരു പട്ടിക ഇപ്പോൾ ഇറാൻ മാധ്യമങ്ങളും ഒപ്പം തന്നെ ചില വാർത്താ ഏജൻസികളും ഒക്കെ പുറത്തുവിടുന്നുണ്ട്. അതിൽ ഈ US-ന്റെ 5th ഫ്ലീറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ്, ബഹ്റൈനിലെ 5th ഫ്ലീറ്റ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു, സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ അൽ ഉദൈബ് എയർബേസ്, അത് ഖത്തറിലാണ്, ഖത്തറിലെ ആ എയർബേസ് കേന്ദ്രീകരിച്ചും ആക്രമണം ഉണ്ടായിരിക്കുന്നു. UAE-യെ സംബന്ധിച്ചിടത്തോളം അൽ ദഫ എയർബേസിലാണ് ആക്രമണം ഉണ്ടായതായി പറയുന്നത്. അലി അൽ സലം എയർബേസ് കുവൈറ്റ്, ഒപ്പം തന്നെ ക്യാമ്പ് അരിഫ് ജാൻ കുവൈറ്റ്, ഇതൊക്കെ നേരത്തെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ ആക്രമിക്കപ്പെട്ടേക്കാം എന്ന് കരുതിയിട്ടുള്ള മേഖലകളാണ്. അവിടെയൊക്കെയാണ് സ്ഫോടനം ഉണ്ടായതായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെയും സ്ഥിരീകരിച്ച് പറയുന്നത്. അപ്പോഴും ഈ ജനങ്ങളോട് പ്രധാനമായും പറയാനുള്ളത്, ഇതൊന്നും ഈ ഭരണകൂടം കൃത്യമായി ഇതിന്റെ ഒന്നും ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. നിലവിൽ UAE സംബന്ധിച്ചിടത്തോളം വ്യോമാതിർത്തി അടച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട കുവൈറ്റും ഖത്തറും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെയും തങ്ങളുടെ വ്യോമാതിർത്തി അടയ്ക്കുകയും അവിടെ നിന്നൊക്കെയും പലയിടത്തേക്കും തിരിച്ചിട്ടുള്ള വിമാനങ്ങൾ തിരികെ എത്തുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ആ നിലയ്ക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം, ഈ ഖത്തറിലാണ് തുടർച്ചയായി സ്ഫോടനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഖത്തറിൽ തുടർച്ചയായി സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. ഈ നിമിഷങ്ങളിലൊക്കെയും അത് തുറന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഖത്തറിൽ നിന്നും പുറത്തു വരുന്നത്. അപ്പോൾ പ്രധാന പോയിന്റുകളായിട്ട് ഈ ബഹ്റൈനും ഒപ്പം തന്നെ
ഖത്തർ ആ മേഖല ഒന്നാകെ ആണ് പ്രധാനമായിട്ടും നിലവിൽ ഈ ഇറാന്റെ ആക്രമണം നടക്കുന്ന സ്ഥലങ്ങളായി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നത്. UAE സംബന്ധിച്ചിടത്തോളം അബുദാബി എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ അബുദാബിയിൽ സ്ഫോടനം നടന്നതായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നില്ല. പക്ഷേ മറ്റ് സ്ഥലങ്ങളിലൊക്കെയും ഈ ഖത്തറിലും ഒപ്പം തന്നെ ബഹ്റൈനിലും ഒക്കെ എവിടെയാണ് കൃത്യമായി സ്ഫോടനം ഉണ്ടായത് എന്നതിന്റെ ദൃശ്യങ്ങളടക്കം ഈ സാഹചര്യത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ജുഫൈർ ഭാഗത്ത് നിന്ന്, ബഹ്റൈനിലെ ജുഫൈർ ഭാഗത്ത് നിന്ന് പുക ഉയർന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും ഒപ്പം തന്നെ ആളുകൾ അത് സംബന്ധിച്ചുള്ള ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നുണ്ട്. അവർ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ ഈ ബഹ്റൈനിലെ ജുഫൈറിലാണ് അമേരിക്കയുടെ ഒരു മിലിറ്ററി ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ഒപ്പം അവിടെ എല്ലാ പൗരന്മാരോടും ജാഗ്രത പാലിക്കണമെന്നും ഉച്ചത്തിലുള്ള സ്ഫോടനമോ മുന്നറിയിപ്പോ സൈറണുകളോ ശബ്ദമോ ഉണ്ടായാൽ ഇത് സ്വീകരിക്കേണ്ട അടിയന്തര മുൻകരുതലുകളൊക്കെയും അവർ സ്വീകരിക്കണമെന്നതടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. പൊതുവെ എന്തായാലും ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ആളുകൾ വീട്ടിൽ തന്നെ ഇരിക്കേണ്ട ഒരു സ്ഥിതിഗതി UAE സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നില്ല. ബഹ്റൈനിലെ ചില ഭാഗങ്ങളിലും ഒപ്പം തന്നെ കുവൈറ്റിലുമൊക്കെ അത്തരത്തിലുള്ള ഒരു ആശങ്ക ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഉയർന്നിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഈ രാഷ്ട്ര തലവന്മാർ ഇത്തരത്തിൽ പ്രത്യേകിച്ച് UAE ഒക്കെയും ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടും എന്നുള്ള ഒരു കാര്യം ഉറപ്പ് തന്നെയാണ്. അത് നേരത്തെ അവർ ഇറാനെ ആക്രമിക്കരുത് എന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ടിരുന്നു. തങ്ങളുടെ മാർഗം വഴി, തങ്ങളുടെ ഏതെങ്കിലും ഒരു ടെറിട്ടറി ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ആക്രമണങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം UN ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ അടക്കം ഇത് സംബന്ധിച്ചിട്ടുള്ള ചില പരാമർശങ്ങളൊക്കെയും വിവിധ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നപ്പോൾ ഇനി അടുത്ത ഘട്ടം എന്തായാലും ഇത്തരത്തിലുള്ള നെഗോഷിയേഷൻസ് ആണ്, ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളാണ്. ഒപ്പം തന്നെ ഇപ്പോൾ തന്നെ എന്തായാലും ആശയവിനിമയം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അവിടെ ഈ ഇറാനെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ അമേരിക്ക ആക്രമണം ഉണ്ടായതെങ്കിൽ തിരിച്ച് ഗൾഫ് മേഖലകളെ ഒന്നാകെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരു വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകും, ആശങ്കയുണ്ടാകും. സ്വാഭാവികമായിട്ടും അതിൽ തടയിടാനുള്ള നീക്കങ്ങൾ ഈ രാഷ്ട്ര തലവന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും നിലവിൽ ഈ രാജ്യങ്ങളൊന്നും ഇത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുന്നില്ല. തങ്ങളുടെ രാജ്യത്ത് ഏതെങ്കിലും തരത്തിൽ ആക്രമണം ഉണ്ടായതായി സ്ഥിരീകരിക്കുന്നില്ല എന്നുള്ളതാണ് വിവരം. പറഞ്ഞ രാജ്യത്തെ ലക്ഷ്യമിട്ടുള്ള എല്ലാ മിസൈലുകളും തകർത്തുവന്ന ഖത്തർ പ്രതിരോധ മന്ത്രാലയം പറയുന്ന സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയുടെ വിവരം മാത്രമാണ് ഒഫീഷ്യലി ഏതെങ്കിലും ഒരു രാജ്യം, ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യം ഒരു ഔദ്യോഗിക സ്ഥിരീകരണം എന്ന നിലയ്ക്ക് നൽകുന്നത്. ബാക്കി ഒരു രാജ്യവും അവരുടെ രാജ്യത്തെ എയർബേസുകളിൽ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായി എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നില്ല. ആ സ്ഥിരീകരണം വരാൻ ഒരുപക്ഷെ കുറച്ചധികം സമയം വേണ്ടി വന്നേക്കാം. നേരത്തെ റഹീസ് പറയുന്നത് പോലെ ഇനി ഉണ്ടാവേണ്ടത് ഈ രാജ്യങ്ങളിലെ തലവന്മാരൊക്കെ ഇടപെട്ട് ഏതെങ്കിലും തരത്തിൽ ഒരു സമവായത്തിലേക്ക്, ആക്രമണം നിർത്തിവെക്കുന്ന രീതിയിലേക്ക് എത്തിക്കലാണ് വേണ്ടത്. കാര്യം അത് മലയാളികൾക്ക് നമ്മുടെ ഒരുപാട് പ്രിയപ്പെട്ടവർ, സഹോദരങ്ങൾ, മലയാളികൾ ഈ മേഖലയിലൊക്കെ ഉള്ളവരാണ്. നമ്മുടെ പ്രാഥമികമായ പ്രയോറിറ്റി അവരുടെ സുരക്ഷ തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഒരു സുരക്ഷാ പ്രശ്നമില്ലെങ്കിൽ കൂടിയും ഈ അക്രമം അവസാനിപ്പിക്കേണ്ട നമ്മുടെ കൂടി ആവശ്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.